സിംഗർ ആവണ്ട, ഏത് പാട്ടെടുത്താലും അടി നാളെ ഞാൻ നിങ്ങളെ കൊണ്ടേ ഞാൻ ഒരു പാട്ട് പഠിപ്പിക്കട്ടെ. നാളെ എന്റെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കട്ടെ. നാളെ എന്റെ ക്ലാസ്സിൽ എല്ലാവരും കൊണ്ട് പാട്ട് പഠിപ്പിക്കട്ടെ. ഒരു നാളത്തെ ക്ലാസ്സിൽ എല്ലാവരെയും കൊണ്ട് പാട്ട് പഠിപ്പിക്കട്ടെ. പഠിപ്പിക്കട്ടെ പഠിപ്പിക്കട്ടെ വേണം. ചുമ്മാ സ്ട്രെസ് ആയിട്ടിരുന്ന് പഠിക്കേണ്ട കാര്യമുണ്ടോ? അറിയാവുന്ന പഠിക്കാറില്ലേ? അറിയാവുന്ന കാര്യം എന്ത് അറിയാം? ഇപ്പൊ അറിയില്ല പടാല്ലേ? എന്ത് എക്സാം എഴുതി അറിയാമോ? ഇത് പാടാൻ അറിയില്ല, എക്സാം എഴുതി അറിയാമോ? പാടാൻ അറിയില്ല, എക്സാമിന് എന്തെങ്കിലും അറിയാമോ? പാട്ട് പാടാൻ അറിയില്ല, പക്ഷെ എക്സാമിന് എന്തെങ്കിലും അറിയാമോ? ഇല്ല, അതറിയില്ലല്ലേ. ഒരു 5 നിമിഷമുള്ള പാട്ട് കാണാൻ പഠിക്കാൻ പറ്റില്ലേ? ഒരു 5 നിമിഷമുള്ള പാട്ട് കാണാൻ പഠിക്കാൻ പറ്റില്ലേ? 5 നിമിഷമുള്ള പാട്ട് കാണാതെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണോ എക്സാമിന് വേണ്ടി എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർ? 5 നിമിഷമുള്ള പാട്ട് കാണാതെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണോ എക്സാമിന് വേണ്ടി ഫുള്ളും ലെങ്ത് വയസ്സായിട്ട് പഠിച്ചിട്ട് പോകുന്നത്? ഒറ്റ ഉത്തരം പറയേ. എക്സാമിന് വേണ്ടി കുറെ ടോപ്പിക് കവർ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഒരു 5 നിമിഷമുള്ള പാട്ട് പഠിക്കാൻ പറ്റില്ലേ? പാടണ്ട, പറഞ്ഞാ മതി. പാടണ്ട, പാടിഞ്ഞാ കൂടും. പറ്റില്ലേ? പറഞ്ഞേ. എക്സാമിന് വേണ്ടി മണിക്കൂർ കണക്കിന് പഠിക്കുന്ന ആൾക്കാർക്ക് 5 നിമിഷം കൊണ്ട് പാട്ട് പാടാൻ പറ്റില്ലേ? അത് പഠിക്കാൻ പറ്റില്ലേ? ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഇഷ്ടമല്ലേ? സംഭവല്ലേ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പോലും പാട്ട് ഇഷ്ടമല്ലേ? പണ്ട്. ഇപ്പോഴല്ല, കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. പണ്ട് ഇത് പാട്ട് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? പറയും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? പാട്ട് കേൾക്കാൻ ഇഷ്ടം. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പാട്ട് കേൾക്കാനും കാണാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? പക്ഷെ ആ ഒരു 5 മിനിറ്റ് പാട്ട് അത് കാണാതെ പറയാൻ പറഞ്ഞാൽ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യല്ലേ? 5 മിനിറ്റുള്ള പാട്ട്, വെറും 5 മിനിറ്റ് പാട്ട് ഒന്ന് പാടാൻ പറഞ്ഞാൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യല്ലേ? എത്ര കേട്ട പാട്ടായാൽ പോലും 5 നിമിഷം പാടാൻ പറഞ്ഞാൽ ഒരു നിമിഷം സ്ട്രഗിൾ ചെയ്യില്ലേ? പറ്റില്ല. യെസ് ഓർ നോ? എത്ര കേട്ട പാട്ടായാൽ പോലും 5 നിമിഷം ഞാൻ പാടാൻ പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യില്ലേ? എത്ര കേട്ട പാട്ട്, പഴയ പാട്ടായിക്കോട്ടെ, ചെയ്യോ? സ്ട്രഗിൾ ചെയ്യില്ലേ? പറ്റില്ല. അറിഞ്ഞുകൂടാ. എന്താ വരി അറിഞ്ഞുകൂടാ? വരികൾ അറിഞ്ഞുകൂടാ. ആ താളം അറിയാം അല്ലേ? അവർ താളം അറിയാം, വരി അറിഞ്ഞൂടല്ലേ? ശരിയല്ലേ? ആണോ അല്ലയോ? നിങ്ങളാണോ എക്സാം പാസ്സാൻ പോകുന്നത്? നിങ്ങളാണോ എക്സാം പാസ്സാൻ പോകുന്നത്? 5 മിനിറ്റുള്ള പാട്ട് അറിയില്ല, പക്ഷേ ഫുൾ തിയറീസും ക്ലാസ്സും പഠിച്ച് പാസ്സാൻ പോകുന്ന ആൾക്കാർ നിങ്ങളാണോ? ആണോ? യെസ് ഓർ നോ? ആണോ? ആണോ? ഇത് ഓർമ്മ നിൽക്കും? ഇത് മൈൻഡിൽ ഇത് ഓർമ്മ നിൽക്കുമോ? പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ നിൽക്കുമോ? എനിക്ക് അറിയണം, എനിക്ക് അതറിയണം, എനിക്ക് അതിനെപ്പറ്റി അറിയണം. ഞാൻ വെറുതെ പഠിപ്പിക്കുന്നതിനുള്ളതല്ല. എനിക്ക് പല ആൾക്കാർക്കും ഞാൻ പഠിക്കുന്നത് മറന്നു പോകുന്ന ആൾക്കാർ എത്ര ഉണ്ട്? പഠിക്കുന്നത് പലതവണ പഠിച്ചാലും മറന്നു പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഉണ്ടോ? പഠിക്കുന്ന കാര്യം മറന്നു പോകും. എത്രയോ ഉണ്ട്. അത് കാരണം എന്താ? കാരണം എന്താ? നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ മറന്നു പോകും.
നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ഇഷ്ടപ്പെട്ട് പാട്ട് കാണാൻ പഠിച്ചാൽ മറന്നു ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്താൽ മറന്നു പോകും, മറക്കില്ല. മറക്കോ? മറക്കുമോ? ഇല്ല. ഞാൻ പണ്ട് എന്റെ കോളേജിൽ എഴുതിയ, ഞാൻ പണ്ട് ഈ പറഞ്ഞ പാട്ടൊക്കെ എഴുതുന്നു കേട്ടോ. ഞാൻ പണ്ടേ എഴുതുമായിരുന്നു. പണ്ടേ ഈ പറഞ്ഞ പാട്ടൊക്കെ എഴുതുമായിരുന്നു. പണ്ട് കോളേജിൽ എഴുതിയ പാട്ട് വരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് കോളേജ് നഴ്സിന് എഴുതിയ പാട്ട് വരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പണ്ടേ കുറെ എഴുതുമായിരുന്നു. ഇന്നും എഴുതാറുണ്ട്, അന്നും എഴുതാറുണ്ട്. അന്ന് എഴുതിയ പാട്ടുകൾ ഇന്നും ഓർമ്മയുണ്ട്. പാടണോ? 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 ഞാനോ? ഇന്ന് പറയണ്ട, ഞാൻ പാടാം. ഒരു ദിവസം പാടാം. ഏറ്റവും ആശ്വാസം പാടാം കേട്ടോ. ഏറ്റവും ആശ്വാസം പാടാം. ഏറ്റവും ആശ്വാസം പാടാം. പാടാം, പാടാം. അന്നില്ലേ, അന്ന് ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ഈ സ്റ്റാമറിംഗ് ഉണ്ട്. സ്റ്റാമറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ പാട്ട് പാടും എന്ന് പറയുന്നതിന് പലരും എന്താണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്. പാടാനോ? പക്ഷെ നിങ്ങളെ പോലെ ആൾക്കാർ എന്താണ് ഇപ്പൊ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള സമയമാണ് ഈ പറഞ്ഞ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ പലരും ഇനി വിജയിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ, ഇനി നിങ്ങൾ വിജയിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ മുമ്പിൽ വിജയിക്കേണ്ട സമയത്ത്, കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത 2 വർഷം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് അടുത്തൊരു എക്സാം, ശരിയല്ലേ? അടുത്തൊരു എക്സാം 2-3 വർഷം കഴിഞ്ഞ് എക്സാം, ശരിയല്ലേ? ശരിയാവല്ലേ? അടുത്തൊരു എക്സാം 2-3 വർഷം കഴിഞ്ഞ ശേഷം അടുത്ത എക്സാം, ശരിയല്ലേ? പഠിക്കണം, പാസ്സാകണം. സോ സ്റ്റാർട്ട് ചെയ്യാം. പീഡിയാട്രിക് നഴ്സിംഗ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ലാസ്റ്റ് എവിടെയാണ് പീഡിയാട്രിക് നഴ്സിംഗ് സ്റ്റോപ്പ് ചെയ്ത്? എവിടെയാ? എവിടെയാ? എവിടെയാണ് പറഞ്ഞ്? ഞാൻ പാടാം. ലാസ്റ്റ് ദിവസം ഞാൻ പാടും, നിങ്ങളും പാടും, സന്തോഷമായിട്ട് പോയി എക്സാം എഴുതും. എവിടെ സ്റ്റാർട്ട് ചെയ്ത്? സ്റ്റേജ് ആണ്. ആണോ? സ്റ്റേജ് ആണ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണോ? ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ആണോ? അഡൾട്ട്സ്, ദ പോസ്റ്റ് പ്യൂബർട്ടൽ അല്ലേ? അല്ലേ? ഇതുവരെ അല്ലേ? ഇതുവരെ അല്ലേ? ദ പോസ്റ്റ് പ്യൂബർട്ടൽ വരെ അല്ലേ? ദ 16 to 20 years വരെ അല്ലേ? ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ അല്ലേ? ആണോ? യെസ് ഓർ നോ? ആണോ? യെസ് ആണ്. ആണോ? യെസ് ആണ്. സോ അടുത്ത ഹെഡിങ് ഇടുക. അടുത്ത ഹെഡിങ് ഇടുക. അത് ചാപ്റ്റർ ആണ്, ദാറ്റ് ഇസ് ദ ഫിസിക്കൽ ഗ്രോത്ത്. അടുത്ത ഹെഡിങ് ഇടുക. കേരള PC എക്സാമിന് ഒരു ചോദ്യം എല്ലാ എക്സാമിനും സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ് ഫിസിക്കൽ ഗ്രോത്ത്. എല്ലാ എക്സാമിനും പീഡിയാട്രിക് നഴ്സിംഗിൽ നിന്ന് ഒരു ചോദ്യം, 1-2 അതിലധികമോ ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് ഫിസിക്കൽ ഗ്രോത്ത്. എന്താണ് ഫിസിക്കൽ ഗ്രോത്ത്? എന്തായിരിക്കും? ഒരാളുടെ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആദ്യം നോക്കുക എന്താണ്, ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ? ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നോക്കുന്ന കാര്യം ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ? വെയിറ്റ് അല്ലേ? ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും നോക്കുന്ന കാര്യം വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? എന്താ വെയിറ്റ്? എന്താ? എന്താണ് വെയിറ്റ്? എന്താണ് വെയിറ്റ്? ദ വെയിറ്റ് എന്ന് പറയാൻ എന്താ കുഞ്ഞെ? കുഞ്ഞുങ്ങളെ, ഇപ്പൊ അടുത്ത 2 മാസം ഞാൻ ലീവ് എടുത്തിരിക്കുക. 2 മാസം ഞാൻ ലീവാണ്. ഞാൻ ഈ ആഴ്ച തൊട്ട് ക്ലാസ് സമയം കൂടട്ടെ. ക്ലാസ് സമയം ചെയ്യട്ടെ. കൂട്ടട്ടെ. അത് ഇവർ ഈവനിങ് വേണോ ഇത് മോർണിംഗ് വേണോ? നിങ്ങൾ പറയും പോലെ ഈവനിങ് വേണോ ഇത് മോർണിംഗ് വേണോ? ഈവനിങ് 7 മണി തൊട്ട് കൂട്ടണോ?
ഈവനിങ് 7 തൊട്ട് തൊട്ടട്ടെ ഈവനിങ് അല്ല ഈവനിങ് ഈവനിങ് വരെ. യെസ്. സോ ദ വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? ഫിസിക്കൽ ഗ്രോത്തിനകത്ത് ഒരാളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? എത്ര ക്വാണ്ടിറ്റി ആണോ? എത്ര ക്വാണ്ടിറ്റി ഉള്ളതാണോ? ഒരാളുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ക്വാണ്ടിറ്റി എന്നും ആണോടെ? എത്ര മാസ് ഉള്ളതാണോ? എത്ര ക്വാണ്ടിറ്റിയോ എത്ര മാസ് ഓർ എത്ര ഹെവിനെസ് ഉള്ളതാണോ? എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര മാസ് അല്ലെങ്കിൽ എത്ര ഹെവിനെസ് ഉള്ളതിന് പറയുമ്പോൾ എന്താ? എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര മാസ് അല്ലെങ്കിൽ എത്ര ഹെവിനെസ് ഉണ്ടെന്നതിന് പറയുമ്പോൾ എന്താ? എന്ത് പറയാം? വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര ഹെവിനെസ് അല്ലെങ്കിൽ എത്ര മാസ് ഉള്ളതിന് പറയുമ്പോൾ എന്താ? വെയിറ്റ് എന്ന് പറയാം. അപ്പൊ കേരള PSC എക്സാമിൽ ചോദ്യം വരുന്നത് ഒരു നോർമൽ ന്യൂ ബോൺ വെയിറ്റ് എത്രയാ? നോർമൽ ന്യൂ ബോൺ വെയിറ്റ് എത്രയാ? നോർമൽ കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ന്യൂ ബോണിന്റെ വെയിറ്റ് എത്രയാണ്? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം 2.5 തൊട്ട് 3.5 kg അല്ലേ? 2.5 കിലോ തൊട്ട് 3.5 കിലോ വരെ എപ്പോഴും നോർമൽ അല്ലേ? നോർമൽ ന്യൂ ബോണിന്റെ വെയിറ്റ് ചോദിച്ചാൽ 2.5 തൊട്ട് 3.5 kg വരെയാണ് അല്ലേ? അക്കോർഡിംഗ് ടു WHO എപ്പോഴും എത്ര ആയിരിക്കും? 2.5 kg. അക്കോർഡിംഗ് ടു എപ്പോഴും WHO അനുസരിച്ച് 2.5 kg വരെ എപ്പോഴും നോർമൽ പറയുന്നത്. പക്ഷെ നമുക്കനുസരിച്ച് 2.5 തൊട്ട് 3.5 വരെ നോർമൽ ന്യൂബോൺ വെയിറ്റ് എന്ന് പറയാം. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ വെയിറ്റ് കൂടെ കുറയും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്നു കുറയും. ആലോചിച്ച് പറയുക. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വെയിറ്റ് കൂടും കുറയും. വെയിറ്റ് കുറയും. എത്ര ശതമാനം? എത്ര ശതമാനം? 10%. 10% ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫിൽ 10% കുട്ടി ജനിച്ചു കഴിയുന്നോളം വെയിറ്റ് കുറയാൻ. ശരിയല്ലേ? അല്ലേ? ആണോ? ഇത് ബർത്ത് വെയിറ്റിനെക്കാട്ടിലും ഫസ്റ്റ് 10% എപ്പോഴും കുറവായിരിക്കും. ഇത് ബർത്ത് വെയിറ്റിനെക്കാട്ടിലും 10% എപ്പോഴും ഫസ്റ്റ് കുറവായിരിക്കും. ബർത്ത് വെയിറ്റിനെക്കാട്ടിലും ഫസ്റ്റ് വീക്ക് 10% കുറവായിരിക്കുമോ? ബർത്ത് വെയിറ്റിനെക്കാട്ടിലും ഫസ്റ്റ് വീക്കിൽ കുറവായിരിക്കും. എന്തുകൊണ്ടാ? കുറവായിരിക്കും. എപ്പോഴാ വെയിറ്റ് കൂടുന്നത്? എപ്പോഴാ വെയിറ്റ് കൂടുന്നത്? എപ്പോഴാ? ഈ വെയിറ്റ് എപ്പോ കൂടും? 5 മുതൽ 6 മന്ത്സ് എത്തുമ്പോൾ, 5 മുതൽ 6 മാസമാകുമ്പോൾ എത്ര വെയിറ്റ് കൂടും? 25 ഗ്രാം മുതൽ 30 ഗ്രാം ആണോ? 5 മുതൽ 6 വീക്ക് എത്തുമ്പോഴാണ് മാസമാണ്. അതാണ് ചോദ്യം. മാസമാണോ വീക്കാണോ? മാസമാണോ വീക്കാണോ? എക്സാമിൽ തെറ്റിപ്പോകാൻ വേണം. മാസം 5 മുതൽ 6 മാസം എത്തുമ്പോൾ 25 മുതൽ 30 ഗ്രാം മാത്രം കൂടും അല്ലേ? 5 മുതൽ 6 മാസമാകുമ്പോൾ 25 മുതൽ 30 ഗ്രാം വെയിറ്റ് കൂടുതൽ. ശരിയല്ലേ? ശരിയാണല്ലേ? അറിയുമോ?
5 മുതൽ 6 മാസം ആകുമ്പോൾ വെറും 25 മുതൽ 30 ഗ്രാം വെയിറ്റ് കൂടും. 25 മുതൽ 30 ഗ്രാം വെയിറ്റ് കൂടുതൽ. അറിയാമോ? ഇന്നറിയാമോ? അറിയാമോ? ഇതുവരെ അറിയാമോ? യെസ് ഓർ നോ? അല്ല, അങ്ങനല്ല. ഒറ്റ കാര്യം. റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അല്ലേ? റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടോ? റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടോ? റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 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 ഇത് DMA എക്സാമിന് റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആണോ? മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണോ? റിസർച്ച് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ? DMAക്ക് ഞാൻ അത് ആദ്യം പഠിപ്പിച്ചാൽ പഠിക്കൂ. ഞാൻ അത് ആദ്യമേ പഠിപ്പിച്ചാൽ പഠിക്കൂ. അവസാനമല്ല, അവസാനമല്ല, ആദ്യമേ പഠിപ്പിച്ചാൽ പഠിക്കൂ. 18 മാർക്ക് കിട്ടും. 18 മാർക്ക് കിട്ടും. ഞാൻ പറയുന്നു 18 മാർക്ക് കിട്ടും. 18 മാർക്ക് ഉറപ്പായും കിട്ടും. അതായിരിക്കും നിങ്ങൾ റാങ്കിലോട്ട് കൊണ്ടുപോകുന്നത്. 18 മാർക്ക് റാങ്കിലോട്ട് കൊണ്ടുപോകും. 18 മാർക്ക് റാങ്കിലോട്ട് കൊണ്ടുപോകും. എത്ര മാർക്കാ? 18 മാർക്ക്. 20 അല്ല, 20 അല്ല, 18 മാർക്ക്. 18 മാർക്ക് റാങ്കിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. വേണ്ടേ? വേണോ? വേണോ? വേണം. സോ ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടെ കുറയും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും കുറയോ? വെയിറ്റ് കുറയുമല്ലേ? ജനിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. കുറയും. ന്യൂബോൺ എപ്പോഴും 10% വെയിറ്റ് കുറയും ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫിൽ. ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫിൽ എപ്പോഴും, ഫസ്റ്റ് വീക്കിൽ എപ്പോഴും 10% വെയിറ്റ് കുറയും. അപ്പോഴേ ഒരു 3 kg വെയിറ്റ് ആണെങ്കിൽ, ഒരു 3 kg വെയിറ്റ് ആണെങ്കിൽ, ഒരു 3 kg വെയിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് 7 days എത്ര വെയിറ്റ് കുറയും? ഒരു 3 kg വെയിറ്റ് ഉള്ള കുട്ടി ജനിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 7 days ആകുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും എത്ര വെയിറ്റ് കുറയും? 2.7 kg ആണോ? 3.6 kg ആണോ? എത്ര കുറയും? പറഞ്ഞേ എത്രയാ? ബർത്ത് വെയിറ്റിനെക്കാളും 10% കുറയുമെന്ന് പറയത്തിലിരിക്കും. ഫസ്റ്റ് വീക്കിൽ ബർത്ത് വെയിറ്റിനെക്കാളും 10% കുറച്ചിട്ട് എത്രയും പറഞ്ഞേ 300 ഗ്രാമാണോ? ഗ്രാമാണോ? ഗ്രാം 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 അല്ലേ? ഗ്രാം കുറയില്ലേ?
ഇനി എപ്പോഴാ വെയിറ്റ് കൂടുന്ന എപ്പോഴാ? ഈ അത്ര കുറയുന്നു പറഞ്ഞു. എപ്പോ കൂടുന്ന എപ്പോഴാ? എപ്പോഴാ വെയിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോഴാ? എപ്പോഴാ വെയിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോഴാ? വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നപ്പോഴാ? ഒരു 25 to 30 gram വെയിറ്റ് കൂടുന്ന എപ്പോഴും 5 മുതൽ 6 മാസം അല്ലെ. 25 മുതൽ 30 gram വരെ കൂടുന്ന എപ്പോഴും 5 മുതൽ 6 മാസത്തിലാണ്. അറിയാമോ? 25 മുതൽ 30 gram വരെ വെയിറ്റ് എപ്പോഴും 5 മുതൽ 6 മാസം വരെ കൂടാറുണ്ട്. ശേഷമോ 5 മുതൽ 6 മാസം ശേഷം എങ്ങനെ പറഞ്ഞേ? അറിയാമോ? 6 മാസം കഴിഞ്ഞാലോ? 5 മുതൽ 6 മാസം കഴിഞ്ഞാലോ? 5 മുതൽ 6 മാസം കഴിഞ്ഞ എങ്ങനെയാ? ഒരു 15 gram പെർ ഡേ അല്ലേ? ഒരു 15 gram പെർ ഡേ അല്ലേ? 5 മുതൽ 6 മാസം കഴിഞ്ഞാൽ 15 gram പെർ ഡേ കൂടാറുണ്ടോ? ഉണ്ടോ? ഒന്നോടെ 6 മാസം കഴിഞ്ഞാലോ 15 gram പെർ ഡേ കൂടാറുണ്ടോ? 6 മുതൽ 12 വരെ. 6 മുതൽ 12 മാസം വരെ. 6 മുതൽ 12 മാസം വരെ 15 gram പെർ ഡേ കൂടാറുണ്ട്. മറക്കരുത്. അറിയാത്ത കാര്യം? യെസ്, അറിയാം. വെയിറ്റ് പറഞ്ഞില്ലേ? വെയിറ്റ് പറഞ്ഞു. അടുത്ത രണ്ട് കാര്യം, ഇൻഫാന്റെ ഈ പറഞ്ഞ എന്താണ്? വെയിറ്റ് പറഞ്ഞില്ലേ? പറഞ്ഞോ. ഇനിയാണ് നിങ്ങളുടെ കേരള PC എക്സാമിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇൻഫാന്റെ വെയിറ്റ് അത് എപ്പോഴാണ് ഇത് ഡബിൾ ആവുന്നത്? കേരള PC എക്സാം ചോദ്യങ്ങളാണ്. ഒരു ഇൻഫാന്റിന്റെ വെയിറ്റ് എപ്പോഴാണ് ഇത് ഡബിൾ ആവുന്നത്? 5 മുതൽ 6 മാസം വരെയാണോ? എപ്പോഴും ചോദ്യമാണ്. ഇൻഫാന്റെ വെയിറ്റ് എപ്പോഴാണ് ഇത് ഡബിൾ ആവുന്നത്? 5 മുതൽ 6 മാസം അല്ലേ? വെയിറ്റ് എപ്പോഴും ഇത് ഡബിൾ ആവുന്നത് 5 മുതൽ 6 മാസം വരെയാണ്. എപ്പോഴാണ് ഇത് ട്രിപ്പിൾ ആവുന്നപ്പോഴാ? എപ്പോഴാണ് ഇത് ട്രിപ്പിൾ ആവുന്നപ്പോഴാ? ഇത് ട്രിപ്പിൾ ആവുന്നപ്പോഴാ? 3% എപ്പോഴാവുന്നു? 1 year ലൈഫ് അല്ലേ? 1 year അല്ലേ? 1 year അല്ലേ? അറിയാം. 1 year അല്ലേ? 1 year അല്ലേ? ഇത് 3 ഇരട്ടി വന്നപ്പോഴാ? 3 ഇരട്ടി വന്നപ്പോഴാ? 1 year അല്ലേ? അവ 2 ഇരട്ടിയാണെങ്കിൽ 5 മുതൽ 6 മാസം വരെ. ഇത് 3 ഇരട്ടിയാണെങ്കിൽ 1 വയസ്സ് വരെ. ആൻഡ് 4 ടൈംസ് എപ്പോഴാ? 4 ടൈംസ് എപ്പോഴാ? 4 ഇരട്ടിയാവുന്നപ്പോഴാ? ഒരു ഇൻഫാന്റെ വെയിറ്റ് 4 ഇരട്ടിയാവുന്നപ്പോഴാ? 2 വയസ്സ്. 2 വയസ്സാകുമ്പോൾ എപ്പോഴും 4 ഇരട്ടിയാവും. ഇനി ഇത് 5 ടൈംസ് എപ്പോഴാ? 5 ടൈംസ് 5 ഇരട്ടി എപ്പോഴാ? 5 ഇരട്ടി ആവുന്നപ്പോഴാ? എപ്പോഴാ? ഇത് 3 വയസ്സല്ലേ? ഇത് 3 വയസ്സാകുമ്പോൾ 5 ഇരട്ടിയ മാറും. പക്ഷെ ചോദ്യം അതുമല്ല. ചോദ്യം അതല്ല. ഇത് 10 ടൈംസ് ആവുന്നപ്പോഴാ? ഇൻഫാന്റെ വെയിറ്റ് ഇത് 10 ടൈംസ് ആവുന്നപ്പോഴാ? അതാ ചോദ്യം. ആർക്കും അറിയാം. ഇനി 10 ടൈംസ് ആവുന്നപ്പോഴാ? 10ാമത്തെ വയസ്സിലല്ലേ? ഇതാണ് ചോദ്യം. ഇതാണ് കേരള PC എക്സാമിന്റെ പ്രീവിയസ് 2 ചോദ്യങ്ങൾ. 10 ടൈംസ് ആവുന്നത് 10ാമത്തെ വയസ്സിലാണല്ലേ? 10 ടൈംസ് ആവുന്നപ്പോഴാ? 10ാമത്തെ വയസ്സിലാണ്. ഇനി വെയിറ്റ് കാൽക്കുലേഷന്റെ ഫോർമുല അറിയാമോ? വെയിറ്റ് കാൽക്കുലേഷന്റെ ഫോർമുല അറിയാമോ? ബോഡി വെയിറ്റിന്റെ കാൽക്കുലേഷന്റെ ഫോർമുല അറിയാമോ? ഇല്ല. അറിയാമോ? ആർക്ക് പറയാം? ഇത് ആര് പറഞ്ഞു? ഇത് ഏജ് ഇൻ മന്ത്സ് പ്ലസ് the 9
by 2 അല്ലേ? ഏജ് ഇൻ ദ മന്ത്സ് പ്ലസ് 9/2 അല്ലേ? 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 ആണ്. ഇതിനകത്ത് ദ ബർത്ത് വെയിറ്റ് ആവശ്യമുണ്ടോ? ഏജ് ഇൻ ദ മന്ത്സ് പെർ ഈ പറഞ്ഞ 9/2 എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ ദ ബർത്ത് വെയിറ്റ് ആവശ്യമുണ്ടോ? ബർത്ത് വെയിറ്റിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? 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 ഇല്ല. ഇല്ല. എങ്കിൽ ചോദ്യം ഇതാണ്, ഒരു 9 മാസമായ കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാ? എന്റെ ചോദ്യം ഇതാണ്, 9 മാസമായ കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാ? ഈ ഒരു ഫോർമുല വെച്ച് പറഞ്ഞ് 9 മാസമായ കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാ? ആർക്ക് പറയാം? ആലോചിക്കേ. 9 മാസമായ കുഞ്ഞിന്റെ വെയിറ്റ് എല്ലാരും പറഞ്ഞേ. 52 പേരുണ്ട്. പറഞ്ഞേ 9 മാസമായ കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാ? 9 kg. ആണോ? 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 ആലോചിക്ക്. ഇത് ഏജ് ഇൻ മന്ത്സ് എന്ന് പറയുമ്പോൾ അത് 9 മാസമാണ്. 9 പ്ലസ് 9 അത് ഡിവൈഡ് ബൈ 2 എത്രയാ? 9 പ്ലസ് 9 ഡിവൈഡ് ബൈ 9 എത്രയാ? 9 അല്ലേ? 9 അല്ലേ? 9 അല്ലേ? ഈ 24 മാസമാണെങ്കിലോ? 24 മാസമാണെങ്കിലോ? ആലോചിച്ച് പറഞ്ഞു നോക്കി. 24 മാസമാണെങ്കിലോ? ഞാൻ ചുമ്മാ പറയാണ്, ഒന്നും നേരത്തെ എഴുതി വെച്ചില്ല. 24 മാസമാണെങ്കിലോ? എത്ര കഴിയും? 24 മാസമാണ് എത്ര കഴിയും? 24 മാസമാണ് എത്ര ആയിരിക്കും? 12 12 അത് പറയും. 12.5 12.5 ആണോ? 12.5 ആണോ? അതുപോലെ ആണോ? ആലോചിച്ച് പറഞ്ഞല്ലേ? ആലോചിച്ച് പറഞ്ഞു. ആ 12.5 12.5 12.5 അല്ലേ? 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 ആ ഈ പറഞ്ഞ വെയിറ്റ് നോക്കണ്ടേ? അറിയാലേ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറയുന്നതല്ലോ. 12.5 എനിക്ക് അറിയാം. 12.5 ആണെന്ന് അറിയാം. ശരിയാണെങ്കിൽ ശരിയായി പറയുന്നുണ്ട്. ഇത് വെയിറ്റ് മെഷർ ചെയ്യാനുള്ള നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഒരു കുഞ്ഞിന്റെ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്. അത് പേരെന്താ? വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്തോ ഒരു സ്കെയിൽ യൂസ് ചെയ്യുന്ന അതിന്റെ പേര്. അതിന്റെ പേരാണ് എക്സാം ചോദ്യം. വെയിറ്റ് മെഷർ ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? ഇലക്ട്രോണിക് വെയിറ്റ് സ്കെയിലെങ്കിൽ അത് മറ്റു പേരെന്താ? ഇലക്ട്രോണിക് വെയിറ്റ് സ്കെയിലെങ്കിൽ വേറെ പേരെന്താ? അതാണ് എക്സാം ചോദ്യം. ഇലക്ട്രോണിക് വെയിറ്റ് സ്കെയിലെങ്കിൽ മറ്റൊരു പേരെന്താ? സാൾട്ടർ സ്കെയിലല്ലേ? സാൾട്ടർ സ്കെയിൽ. സാൾട്ടർ സ്കെയിൽ ആണോ? ഇൻഫാറ്റോമീറ്റർ അല്ല. വെയിറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിൽ പെടുന്ന വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിൽ പെടുന്ന സാൾട്ടർ സ്കെയിൽ. കണ്ടോണ്ടെങ്കിലും ആരെങ്കിലും കണ്ടുണ്ടോ? വെയിറ്റ് നോക്കാൻ വേണ്ടി ഉണ്ടോ? ആരെങ്കിലും ഇത് കണ്ടുണ്ടോ? ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ?
ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. എന്താ ഇവിടെ എന്താ? സാറ്റർ സ്കെയിൽ. വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? സാറ്റർ സ്കെയിൽ. എപ്പോഴും വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അറിയാലോ സാറ്റർ സ്കെയിൽ. മറക്കരുത്, എക്സാമിന് ചോദ്യം കേട്ടോ. എക്സാമിന് പേര് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം എപ്പോഴും ഉണ്ടായിരിക്കും, മറക്കരുത്. സോ നമുക്ക് കണ്ടെന്താ? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇല്ലേ? നമ്മൾ കണ്ടെന്താ? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടത് ശരിയല്ലേ? ആദ്യം ഇത് വെയിറ്റ് അല്ലേ? ആദ്യം വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? ഇനി ഇത് ഹൈറ്റ് കാണാമോ? എന്താ ഹൈറ്റ് കാണാമോ? ഇത് ഹൈറ്റ് കാണാമോ? ഇത് വെയിറ്റ് ക്ലിയർ ആയല്ലോ. വെയിറ്റ് ക്ലിയർ ആയി. പറഞ്ഞു ക്ലിയർ ആയോ? സ്പീഡ് വേണോ? സ്പീഡ് വേണോ? അതിതാണ്, ഇതാണ്. സ്പീഡ് വേണോ? വേണ്ട, വേണ്ട, വേണ്ട. സ്പീഡ് വേണോ? അത് ഇതാണ്, ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേഗത്തിൽ പഠിപ്പിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? അത് ഇതാണ്, ഇതാണ് എന്ന് വേഗത്തിൽ പഠിപ്പിച്ച് ആവശ്യം വേണ്ട, 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 വേണ്ടല്ലോ, വേണ്ടല്ലോ. വേണോ? വേണ്ട, വേണ്ട. സോ നെക്സ്റ്റ് ഹെഡിങ് ഈസ് യുവർ വെയിറ്റ്. സ്റ്റാർട്ട് ചെയ്യാം. വേണ്ട, ഒരു 5 ബ്രേക്ക് എടുക്കട്ടെ. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കട്ടെ. സമയം ഒരു 10-15 ഒരു 10-20 ബ്രേക്ക് എടുക്കട്ടെ. 10-20 വരെ ബ്രേക്ക് എടുക്കട്ടെ. 10-20 വരെ ബ്രേക്ക് എടുക്കാം. പോയി വെള്ളം കുടിച്ച് ഒരു വട്ടം. 10-20 ബ്രേക്ക്, ബ്രേക്ക്, ബ്രേക്ക്.
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഈ പറഞ്ഞ പീഡിയാട്രിക്സിന്റെ ഞാൻ എഴുതിയ നോട്ട്സ് കിട്ടിയായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതിയ നോട്ട്സ് കിട്ടിയായിരുന്നു. പീഡിയാട്രിക്സിന്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതിയ നോട്ട് കിട്ടിയായിരുന്നു എല്ലാവർക്കും. ഞാൻ എൻ്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതിയ ശേഷം 256 പേജ് കിട്ടി ഇറങ്ങിയാലും 254 പേജുള്ള എന്റെ സ്വന്തം കൈയക്ഷരങ്ങളുള്ള നോട്ട് കിട്ടിയോ? ഇല്ല. കിട്ടിയോ? പറഞ്ഞു. കിട്ടിയില്ലേ? പറഞ്ഞേ. കിട്ടിയില്ലേ? എന്താ കിട്ടുന്നത്? ഞാൻ എല്ലാ സിസ്റ്റവും ഞാൻ പഠിപ്പിക്കാൻ തന്നെ കുട്ടികൾക്ക് എഴുതി കൊടുക്കാറുണ്ട്. എല്ലാ സിസ്റ്റവും പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് എഴുതി ഓരോ കാര്യം കൊടുക്കാറുണ്ട്. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയില്ലേ? പറഞ്ഞേ. കിട്ടിയില്ലേ? എസ് എങ്കിൽ എസ് പറയുക, നോ പറയുക. കിട്ടിയില്ലേ? ഇല്ല. നോ. എസ് അറിയുന്നുണ്ടോ? എല്ലാ നോട്ട്സും ഞാൻ പഠിപ്പിച്ചെടുക്കും. നമ്മൾ സിസ്റ്റം തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ എല്ലാ പോയിന്റ്സും എല്ലാ സിസ്റ്റം പഠിപ്പിക്കുമ്പോഴും എല്ലാം എഴുതി കൊടുക്കാറുണ്ട്. സോ ഇതാണ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നോ? വാട്സപ്പിൽ ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് ഇപ്പൊ കിട്ടിയോ? വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഗ്രൂപ്പിനകത്ത് ഇപ്പൊ കിട്ടിയോ? എന്താ അത്? വന്നോ? ഇത് പീഡിയാട്രിക്സിന്റെ ഞാൻ എഴുതിയ എന്റെ സ്വന്തം ഹാൻഡ് റൈറ്റിനുള്ള നോട്ട്സ്. പക്ഷെ അത് മാത്രം പഠിക്കരുത്. ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ അതും വായിക്കുക. വായനാശീലം കൂട്ടാൻ വേണ്ടിയാണ് അതും കൂടെ അയച്ചത് കേട്ടോ. പഠിക്കുക. അതെല്ലാം 254 പേജ് എന്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള 254 പേജുകളുടെ നോട്ടും ഇപ്പോൾ പഠിപ്പിക്കുന്ന ക്ലാസ് നോട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് കിട്ടും. ഇത് പീഡിയാട്രിക് നഴ്സിംഗുള്ള മാത്രം നോട്ടാണ്. അത് അതുപോലെ വായിക്കുക. ക്ലാസ് ഇല്ലാത്ത സമയത്ത് അത് വായിക്കുക. ഓക്കെ അല്ലേ? വായിക്കുമോ? എല്ലാരും പറഞ്ഞേ. വായിക്കോ? ഇങ്ങനൊന്നും ആരെടുത്താലും തരാറില്ല. സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്ത്? വായിക്കണേ. സോ ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? അതിൽ ഫിസിക്കൽ എന്താ? ഗ്രോത്ത് ആൻഡ് ദ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ? ദ ഗ്രോത്ത് ആൻഡ് ദ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിസിക്കൽ ഗ്രോത്ത് എന്താ? വെയിറ്റും ഹൈറ്റും അല്ലേ? ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോഴും വെയിറ്റും ഹൈറ്റും അല്ലേ? ആണ്. അപ്പൊ എന്താ വെയിറ്റ്? വെയിറ്റ് എന്ന് പറയാൻ എന്താ? വെയിറ്റ് എന്താ? മാസ് അല്ലെങ്കിൽ ഹെവിനെസ് അല്ലേ? മാസ് അല്ലെങ്കിൽ ഹെവിനെസ് പറയുന്നത് വെയിറ്റ് ആണോ? മാസ് അല്ലെങ്കിൽ ഹെവിനെസിനെ പറയുന്നത് എന്താ? വെയിറ്റ് അല്ലേ?
വെയിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. വാട്ട് ഇസ് ദ നോർമൽ ദ ന്യൂ ബോൺ വെയിറ്റ് എത്രയാ? നോർമൽ ദ ന്യൂ ബോൺ വെയിറ്റ് എത്രയാ? ഞാനിപ്പോ അയച്ചു തന്ന ആ ഒരു 254 പേജുള്ള ആ ഒരു നോട്ടിനകത്ത് എല്ലാം ഉണ്ട്. വായിക്കും എല്ലാരും, വായിക്കുമോ? 2.5 തൊട്ട് 3.5 kg, 2.5 തൊട്ട് 3.5 kg ദ നോർമൽ ദ ന്യൂ ബോൺ വെയിറ്റ് അല്ലേ? 2.5 തൊട്ട് 3.5 വരെ ആണെങ്കിൽ നോർമൽ ദ ന്യൂ ബോൺ വെയിറ്റ് അല്ലേ? ആണോ? 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 ആ. പക്ഷെ അക്കോർഡിംഗ് ടു WHO എത്രയാ? WHO അനുസരിച്ച് എത്രയാ? 2.5 വെച്ച് അല്ലേ? 2.5 കഴിഞ്ഞപ്പോൾ നോർമലി ആക്ച്വലി അക്കോർഡിംഗ് ടു WHO എത്രയാ? 2.5 kg നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കരുത്. എക്സാം എപ്പോഴും ചോദിക്കുന്ന സംഭവം അല്ലേ? എക്സാം എപ്പോഴും ചോദിക്കണം. ഒരു ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിൽ വെയിറ്റ് കുറയും കൂടുമോ? ഒരു ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിൽ വെയിറ്റ് കുറയുമോ കൂടുമോ? ഒരു ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിൽ വെയിറ്റ് കുറയും. കുറയും. എത്ര പെർസെന്റ്? ഫസ്റ്റ് വീക്കോ ലൈഫ് ലേശം ഒരു 10% ഫസ്റ്റ് വീക്കോ ലൈഫ് ലേശം 10% കുറയും. കുറയൂടെ? 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 ഫസ്റ്റ് വീക്കോ ലൈഫ് ലേശം 10% കുറയുമല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ വരും, നമുക്ക് ചോദ്യം വരും. ഒരു ന്യൂബോണിന്റെ വെയിറ്റ് ഏകദേശം ഇത് 3 kg ആണെങ്കിൽ, ന്യൂബോണിന്റെ വെയിറ്റ് ഇത് 3 kg ആണെങ്കിൽ ആഫ്റ്റർ 7 days എത്രയും വെയിറ്റ്? ന്യൂബോണിന്റെ വെയിറ്റ് ഇത് 3 kg ആണെങ്കിൽ ആഫ്റ്റർ 7 days എത്രയും വെയിറ്റ്? അത് ചോദ്യം. ന്യൂബോണിന്റെ വെയിറ്റ് ഇത് 3 kg ആണെങ്കിൽ 3 kg ആണെങ്കിൽ 7 days കഴിയുമ്പോൾ 10% കുറഞ്ഞാൽ എത്രയും വെയിറ്റ്? എത്രയായിരിക്കും? സ്പെസിഫിക് 2.7 ആണോ, 3.6 ആണോ, 3 ആണോ? 2.7 kg അല്ലേ? 2.7 kg. ബർത്ത് 10% കുറവായിരിക്കും. ഫസ്റ്റ് വീക്കിൽ എപ്പോഴും 10% കുറവായിരിക്കും അല്ലേ? ഇനി എപ്പോഴാ വെയിറ്റ് കൂടുന്നപ്പോഴാ? വെയിറ്റ് എപ്പോ കൂടും? ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫിൽ വെയിറ്റ് കുറയുമെന്ന് പറഞ്ഞെങ്കിൽ വെയിറ്റ് കൂടുന്നപ്പോഴാ? 5 മുതൽ 6 മാസം എത്തുമ്പോൾ 25 മുതൽ 30 ഗ്രാം വരെ 5 മുതൽ 6 മാസം കൂടും. 25 മുതൽ 30 ഗ്രാം വരെ 5 മുതൽ 6 മാസം വരെ കൂടാറില്ലേ? 25 മുതൽ 30 ഗ്രാം വരെ 5 മുതൽ 6 മാസം വരെ. 6 മാസം എപ്പോഴും 30 ഗ്രാം വരെ കൂടാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. പഠിക്കുമ്പോൾ ഈ നോട്ടിൽ വരാത്ത കാര്യം പഠിത്തം അതിനകത്തുണ്ട് കേട്ടോ. ഇവിടെ പറയാത്ത പല കാര്യം അതിനകത്തുണ്ട്. വായിക്കും, വായിക്കും, വായിക്കുമോ? വായിക്കും, വായിക്കുമോ? വായിക്കും. അപ്പൊ 6 മാസം പറഞ്ഞില്ലേ? 6 മാസം വരെയാണെങ്കിൽ 25 മുതൽ 30 കൂടുവാനില്ലേ? 6 മാസം വരെയാണെങ്കിൽ 25 മുതൽ 30 ഗ്രാം കൂടുവാനി. 6 മാസം കഴിഞ്ഞാലോ? 6 മാസം കഴിഞ്ഞാലോ ഒരു 15 ഗ്രാം പെർ ഡേ കൂടും. 15 ഗ്രാം പെർ ഡേ വെയിറ്റ് കൂടും. 15 ഗ്രാം പെർ ഡേ വെയിറ്റ് 6 മാസം കഴിഞ്ഞ് കൂടും. മറക്കരുത്, ആദ്യത്തെ 6 മാസമാണെങ്കിൽ 25 മുതൽ 30 ഗ്രാം പെർ ഡേ കൂടും. 6 മാസം കഴിഞ്ഞാൽ 15 ഗ്രാം പെർ ഡേ കൂടും. മറക്കരുത്. ഇനി ചോദ്യം വരുന്നത്, എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ഇതല്ല. എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ഇതൊന്നുമല്ല. ഇൻഫാന്റ് വെയിറ്റ് എപ്പോഴും ഇത് ഡബിൾ ആവുന്ന എപ്പോഴാ? അതാ ചോദ്യം. ഇതൊന്നുമല്ല ചോദ്യം. ചോദ്യം ഇതാണ്,
ഇൻഫാന്റ് വെയിറ്റ് ഇന്ന് ഡബിൾ ആവുന്ന എപ്പോഴാ? അതാണ് കേരള P6 ചോദ്യം. ഇതൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞ ഒന്നുമല്ല. ചോദ്യം ഇതാണ്, ഒരു ഇൻഫാന്റ് വെയിറ്റ് എപ്പോഴാണ് ഡബിൾ ആവുന്നത്? ഇരട്ടിയാവുന്നത് എപ്പോഴാ? 5 മുതൽ 6 മാസം. അതാ ചോദ്യം. കുഞ്ഞുങ്ങളെ ഇത് പഠിക്കട്ടോ. 5 മുതൽ 6 മാസം ആകുമ്പോൾ ഇൻഫാന്റ് വെയിറ്റ് ഡബിൾ ആവും. 5 മുതൽ 6 മാസം ആകുമ്പോൾ ഒരു ഇൻഫാന്റ് വെയിറ്റ് ഡബിൾ ആവും. അടുത്ത ചോദ്യം എപ്പോഴാണ് ട്രിപ്പിൾ ആവുന്ന? എപ്പോഴാ ട്രിപ്പിൾ? എപ്പോഴാ? 1 ഇയർ ആകുമ്പോൾ ട്രിപ്പിൾ ആവുമല്ലേ? 5 മുതൽ 6 മാസം ആകുമ്പോൾ ഡബിൾ ആവുകയും 1 ഇയർ ആകുമ്പോൾ ട്രിപ്പിൾ ആവുകയും ചെയ്യല്ലേ? 3 ഇരട്ടി ആവുമല്ലേ? 1 ഇയർ ആകുമ്പോൾ 3 ഇരട്ടിയാവും അല്ലേ? ഇനി ഇത് 4 ടൈംസ് എപ്പോഴാ? 4 ഇരട്ടിയാവുന്ന എപ്പോഴാ? 2 വയസ്സാകുമ്പോൾ 4 ഇരട്ടിയാവും. 2 വയസ്സാകുമ്പോൾ 4 ഇരട്ടി. ചോദ്യം ഒരു ഇൻഫാന്റ് വെയിറ്റ് ഇന്ന് ഡബിൾ ആവുന്നപ്പോഴാണ്. ഇത് ഡബിൾ ആണെങ്കിൽ 5 മുതൽ 6 മാസം. 5 മുതൽ 6 മാസം അത് ഡബിൾ ആവുകയും 1 ഇയർ ആകുമ്പോൾ അത് ട്രിപ്പിൾ ആവുകയും 2 വയസ്സാകുമ്പോൾ അത് 4 ടൈംസ് ആവുകയും 3 വയസ്സാകുമ്പോൾ 5 ടൈംസ് അല്ലേ? 3 വയസ്സാകുമ്പോൾ 5 ടൈംസ് ആയി ഇരട്ടിക്ക് ചെയ്യല്ലേ? 3 വയസ്സാകുമ്പോൾ 5 ഇരട്ടിയായിട്ട് മാറുകയും ചെയ്യും. ശരിയല്ലേ? എല്ലാം പറഞ്ഞു. ഇനി 5 ഇരട്ടിയാവുന്നത് 3 വയസ്സ് പറഞ്ഞു. 10 ആവുന്നപ്പോഴാ? 10 ഇരട്ടിയാവുന്നപ്പോഴാ? 10 ഇരട്ടിയാവുന്നപ്പോഴാ? 10-ാം വയസ്സല്ലേ? എപ്പോഴാ 10 ഇരട്ടിയാവുന്നപ്പോഴാ? 10-ാമത്തെ വയസ്സ്. ചോദ്യം വരും. ചോദ്യം ഇമ്പോർട്ടൻ്റ്, മറക്കരുത്. 10-ാം വയസ്സിൽ എപ്പോഴും എത്ര വന്നത്? 10 ഇരട്ടി ആവുന്നത്. ക്ലിയറായ? ഇത്ര ക്ലിയറായ? ഇത്ര ക്ലിയറായ? ഞാൻ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു. ഞാൻ 2 മാസം ലീവ് എടുത്ത് പറഞ്ഞത്. 2 മാസം ലീവാണ്. നിങ്ങൾക്ക് എപ്പോ സമയം കിട്ടും? ഒരു ദിവസം രാവിലെ തൊട്ട് ഈവനിങ് വരെ എപ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റും? ഒരു ദിവസം രാവിലെ മുതൽ ഈവനിങ് വരെ ഒരു സബ്ജക്റ്റ് എപ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റും? എത്രയും പെട്ടെന്ന് പഠിക്കുക. മാക്സിമം സൺഡേ ആണോ? എല്ലാവരും പറയും സൺഡേ. സൺഡേ ഓക്കെ ആണോ? സൺഡേ ഒരു 10 തൊട്ട് ഒരു 2 വരെ, 10 തൊട്ട് 2 വരെ, ഒരു 4 തൊട്ട് ഈവനിങ് വരെ മതിയല്ലോ. സൺഡേ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ ക്ലാസ്സും ഉണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. 2 ക്ലാസ് ഉണ്ട്. 2 ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇനി ഒരു ഗ്യാപ്പ് ഇല്ല. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഓക്കെ അല്ലേ? എല്ലാ ദിവസവും ടുമോറോ ക്ലാസ് ഉണ്ട്. ടുമോറോ ക്ലാസ് ഉണ്ട്. 6 ദിവസം ക്ലാസ് ഉണ്ട്. സൺഡേ ക്ലാസ് ഉണ്ട്. സോ നമുക്ക് കാണാം. ബോഡി വെയിറ്റ് അനുസരിച്ച് ഫോർമുല പീരിയഡ് ടെസ്റ്റിന് അടുത്ത കേട്ടോ. അടുത്ത ദിവസം കാണാം. സോ താങ്ക് യു സോ മച്ച്. സി ഓൺ അനദർ ക്ലാസ്. ഓക്കെ, പഠിക്ക്. ചോദ്യം വരും. ചോദ്യം ഇവിടുന്ന് എടുത്തുള്ളൂ. ഇവിടുന്ന് മാത്രം എടുത്തുള്ളൂ. വേറെ ഒന്നും പഠിക്കരുത്. ഇത് മാത്രം പഠിക്കുക. ഓക്കെ, ഇത് മാത്രം പഠിക്കുക. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇത് മാത്രം പഠിക്കുക. താങ്ക് യു.